ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത്. പച്ചരി 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 2 മണിക്കൂർ വെള്ളത്തിലിട്ടതാണ്. അത് ഇനി മിക്സിയുടെ ജാറിൽ ചെറിയ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് തരി കൊടുക്കാനുള്ള പൊടിയാണ് ഞാൻ എടുത്തത്. നല്ല പൊടിയാതെ തരി കൊടുക്കാനുള്ള, നമ്മൾ പുട്ടിനൊക്കെ പൊടിക്കുന്ന മാതിരിയുള്ള തരി കൊടുക്കാനുള്ള പൊടിയാണ് ഞാൻ പൊടിച്ചിട്ട് വെച്ചിരിക്കുന്നത്. ഇനി അത് പാത്രത്തേക്ക് മാറ്റുക. ശർക്കര ആണ് എടുത്തിട്ടുള്ളത്. ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് 6 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതിലേക്ക് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കപ്പ് മൈദ വേണം, മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാവരും നിങ്ങൾ എത്രയാണ് അരി എടുക്കുന്നത് അതിനനുസരിച്ച് മൈദയും റവയും എടുക്കുക. എന്നീ ശർക്കര പാനി ഒഴിക്കുക. നല്ല അരിച്ചിട്ട് കച്ചറ ഉണ്ടാവും, അരിപ്പയിൽ അരിച്ചിട്ട് പൊടിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. മിക്സ് ആയതിന് ശേഷം ഞാനൊരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് അതും ഇതിലേക്ക് ആക്കുന്നുണ്ട്. അതിലേക്ക് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം അത് നന്നായിട്ട് അതിലെല്ലാ ഭാഗത്തേക്കും തന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. കട്ടകളൊക്കെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. നന്നായി മിക്സാക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഒന്നുകൂടി, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വയ്യെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്നുകൂടി അരച്ച് വെച്ചാൽ മതി. ഒന്നുകൂടി അരച്ച് നുള്ളുപ്പ്, ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ നന്നായി നുള്ളുപ്പ് ഇട്ടിട്ട് നന്നായി ചേർത്ത് കുഴച്ച് മിക്സാക്കി വെച്ചിട്ട് ഞാൻ 2 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ വെച്ചു. എന്നതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് തേങ്ങ ചിരകിയതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചിരകിയ തേങ്ങ ഇട്ട്, പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ കരിഞ്ജീരകം ഇപ്പോൾ ഞാൻ ഇട്ടത്. അത് 3ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടത്. അത് നന്നായി മിക്സാക്കിയിട്ട് ചട്ടി വെച്ച് ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് ഒരു കയ്യിൽ പകുതിയാണ് ഒഴിച്ചിട്ടുള്ളൂ. അത് നന്നായി ഒരു ഭാഗം ചൂടായി മുരിഞ്ഞു വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. നല്ല കുണ്ടുള്ള ചട്ടി തന്നെ വെക്കണം, എന്നാലേ നല്ല പൊന്തി വരുള്ളൂ. പെട്ടെന്ന് നെയ്യപ്പം ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നെയ്യപ്പം നന്നായി മുരിഞ്ഞതിന് ശേഷം 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കോരിയെടുത്തിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പുതിയ വീഡിയോ കൊണ്ട് വീണ്ടും വരിക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.